ശ്രീ VPP മുസ്തഫ, നാളെ രാഹുൽ വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നിരിക്കുന്ന അഭിപ്രായം. അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വന്നാൽ തന്നെ വീണ്ടും ആ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവി കൂടി പരിഗണിച്ചുകൊണ്ട് വരാൻ സാധ്യതയില്ല. അങ്ങനെ വരാത്ത രാഹുൽ വിഷയമാണോ സഭയിൽ ഭരണപക്ഷം പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്നത്? അങ്ങനെ ഉന്നയിക്കുമ്പോൾ ആ സഭാ സമ്മേളനത്തിൽ മുകേഷ് MLA ഉണ്ടല്ലോ, ശശീന്ദ്രൻ മന്ത്രിയുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ വിഷയം നിങ്ങൾക്ക് ഉന്നയിക്കാനാവുക? മറുവശത്ത് സർക്കാരിനെതിരെ അതിശക്തമായ വിഷയങ്ങളുണ്ട്. ഇന്ന് പോലും ഇത്രയധികം പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകൾ വന്നിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ രൂക്ഷമായി നോക്കി നടന്നു പോകുന്നത് കേരളം കണ്ടിട്ടുണ്ട്. ചോദിക്കുന്നത് കേട്ടാ തോന്നും ഏറ്റവും ഒടുവിലെ സ്മൃതിയുടെ ചോദ്യം വരെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു വിഷയം CPMകാർ നോമ്പ് നോറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഉണ്ടാക്കിയെടുത്തൊരു വിഷയമാണ്. എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ വരുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പിടിവള്ളി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താണെന്ന്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയും പ്രളയം വരണേ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുപോലെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടാ പറഞ്ഞത്. സർക്കാർ കുഴപ്പത്തിലാവുമല്ലോ, സർക്കാർ പ്രതിസന്ധിയിലാവുമല്ലോ, ഈ പിണറായി വിജയൻ പ്രതിസന്ധിയിലാവുമല്ലോ എന്ന് ഒരു തവണ ചെറുപ്പക്കാരനല്ല പറഞ്ഞത്, തിരുവനന്തപുരം രാധാകൃഷ്ണനെ പോലെ പരിണിതപ്രജ്ഞനായ നേതാവാണ് പറഞ്ഞത്. അതുപോലെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും വീണ് കിട്ടണമേ എന്ന് ആശിച്ച് നടക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തെ പോലെ എന്നാ പിന്നെ സർക്കാരിനെതിരായുള്ള വിമർശനം ഒഴിവാക്കാൻ എന്തെങ്കിലും വിഷയം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുന്നില്ല. ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത് എന്താ? ഒരു പരാതിയും ഇല്ലല്ലോ, ഒരാക്ഷേപവും ഇല്ലല്ലോ. ഈ യുവനടി, ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, യുവനടി ആരാണ്? എറണാകുളം ജില്ലയിൽ പറവൂർക്കാരിയാണ്, VD സതീശന്റെ വീട്ടിനടുത്താണ്, പരമ്പരാഗത കോൺഗ്രസ് കുടുംബമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പോയി രാഹുൽ ഗാന്ധിയുടെ കൂടെ സെൽഫി എടുത്ത് അത് അഭിമാനപൂർവ്വം മുസ്തഫ CPM പ്രാദേശിക നേതാവിന്റെ മകളാണ്. അതൊന്നും വിഷയമല്ല, പരാതി തന്നെയാണ്. അങ്ങ് പറയുന്ന പോലെ VD സതീശനോട് കുടുംബ ബന്ധമുണ്ട്, അവർ അടുത്ത ബന്ധമുള്ളവരാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പോയി അവർ സെൽഫി എടുത്തത് വസ്തുതയാണല്ലോ. അവർക്ക് കോൺഗ്രസിനോടുള്ള താല്പര്യം 3 വർഷം മുമ്പ് ഈ VD സതീശനോട് അവർ പോയി പരാതി പറഞ്ഞതല്ലേ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പരാതിയില്ല എന്ന് പറയുന്നത്? അവർ ഈ സമൂഹത്തോട് മുഴുവൻ വിളിച്ചു പറയുകയല്ലേ, ഒരു തവണയല്ലല്ലോ. ഇപ്പൊ ഇന്നലെയും വന്ന് വിളിച്ചു പറഞ്ഞില്ലേ അവർ നേടുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് പോലെ. അവർ ഈ കാര്യങ്ങൾ, വസ്തുതകൾ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ പൊള്ളേണ്ടവർക്ക് പൊള്ളി. ആ പൊള്ളിയവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അങ്ങ് പറയുന്ന പോലെ ആ പെൺകുട്ടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവ് അച്ഛനെ പോലെയാണ്, പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു പരാതിയും അവർക്കില്ല എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്രയധികം പരസ്യമായി പ്രതികരിച്ചവർ, ധൈര്യപൂർവ്വം പ്രതികരിച്ചവർക്ക് ഒരു പരാതിയായി നൽകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുദ്ദേശിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി എന്താണെന്നറിയോ? സൈബർ ആക്രമണം. അപ്പോൾ സൈബർ ആക്രമണത്തെ തടയാൻ എന്താണ് ഇവിടുത്തെ സംവിധാനം തയ്യാറാകാത്തത്? സ്മൃതി, പിന്നെ ഏതാണ്ടൊരു 20-25 മിനിറ്റൊക്കെയാണ് അപ്പുറത്തുള്ളവർ സംസാരിച്ചത്. ഇടയിൽ നിങ്ങളുടെ ചോദ്യമേ ഉണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു? അങ്ങ് കേട്ടില്ലേ? സ്ഥിരം ഞാൻ ചർച്ചയ്ക്ക് വന്നാൽ, CPMകാർ ചർച്ചയ്ക്ക് വന്നാൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരോടും ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങയുടെ സമയമാണ്, അങ്ങ് പറഞ്ഞോളൂ, സമയം കളയണ്ട. നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട, സമയം കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഔദാര്യമൊന്നും കാണിക്കണ്ട. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നേ. ഇതുകൊണ്ടൊന്നുമല്ലല്ലോ CPM ജീവിച്ചു പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ ഔദാര്യം കാണിച്ചു തന്നിട്ട്. വിഷയം ഇതാണ്, അവര് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അത് പരാതിയല്ല എന്ന് സ്മൃതി പരുത്തിക്കാടിന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാൻ? ക്രൈംബ്രാഞ്ചിന് പരാതിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രൈംബ്രാഞ്ചിന് പരാതിയായി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തൊട്ടു മുമ്പ് പറഞ്ഞത് എന്താ? എന്താണ് പറയുന്നത്? സമൂഹത്തോട് പറയുന്നത് ആ കാര്യം വിളിച്ചു പറയലാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം? എനിക്ക് അങ്ങോട്ട് യോജിപ്പാണെന്നേ. കഴിഞ്ഞോ? എന്തിനാ ഇങ്ങനെ ഈ ഫ്ലോ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എന്താ രാഷ്ട്രീയ ലക്ഷ്യം? ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോന്നേ, പിന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിക്കുന്നത്.
എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഒരാളുടെ ചർച്ചയെ ഇങ്ങനെ ഫ്ലോ തടസ്സപ്പെടുത്തുക. എന്നിട്ട് സർക്കാരിനെതിരെയും CPM-നെതിരെയും പറയാനുള്ളവർക്ക് അവരുടെ ഫ്ലോ തടസ്സപ്പെടുത്താതെ നൽകുക. എന്തൊരു സമീപന ഇത് സ്മൃതി. അപ്പൊ ഒന്ന് ക്ഷമ കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് പറയാതിരിക്കാനുള്ളത് CPM-ന്റെ നിലപാട് പറയാതിരിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഇടപെടരുത്. എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ. അങ്ങനെയാണ് നിങ്ങൾ അവർക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ്. സ്മൃതി പറയുന്നത് പോലെയല്ല, ശ്രീകുമാർ പറയുന്നത് പോലെയല്ല, ഒരു യുവനടി സമൂഹത്തോട് വന്ന് വിളിച്ചു പറയുകയാണ് തന്റെ പരാതി. ആ പരാതി ഇത്ര ഉണ്ടായത് കൊണ്ടല്ലേ കോൺഗ്രസ് നടപടിയെടുത്തത്. എന്നിട്ട് ശ്രീകുമാർ ചേട്ടൻ പറയുകയാണ് അയ്യോ പരാതിയില്ലല്ലോ എന്ന്. പരാതി ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ, പിന്നെ എന്തിനാ കോൺഗ്രസ് നടപടിയെടുത്തത്? പിന്നെ എന്തിനാ അവരെ പുറത്ത് നിർത്തിയത്? നിങ്ങൾ ഇതാണ് എടുത്തത്. ഞങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമല്ല പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വീണ് കിട്ടുന്ന ഒരു വിഷയം വെച്ചിട്ട് പ്രതിരോധിക്കേണ്ട കാര്യമില്ല. ഈ നിയമസഭാ സമ്മേളനം ഏറ്റവും ഭംഗിയായി നടക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ ആവശ്യമാണ്. എന്താ കാര്യം? ഈ നാടിന്, ഈ സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള ഏതാണ്ട് 1 ഡസനോളം നിയമനിർമ്മാണം നടക്കേണ്ട സമ്മേളനമാണിത്. ഇവിടെ ജപ്തി നടപടികൾ, ഒരൊറ്റ വീട് മാത്രമുള്ള ആളുകൾ പല പ്രയാസങ്ങളാൽ അവര് വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ മുടങ്ങി അവർക്ക് ജപ്തി വരുന്നു. അങ്ങനെയുള്ളവരെ, ഏക കിടപ്പാടമുള്ളവരെ സംരക്ഷിക്കാനുള്ള നിയമം ഈ സമ്മേളനത്തിൽ പാസ്സാക്കാനുണ്ട്. വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നം നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കർഷകരും ജനങ്ങളും നേരിടുന്ന പ്രശ്നം, അതിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്തി ക്ഷുദ്രജീവികളായ അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള നിയമനിർമ്മാണം ഈ സമ്മേളനത്തിൽ നടത്താനുണ്ട്. അതുപോലെ അവനവന്റെ വീട്ടുപറമ്പിൽ, അവനവന്റെ സ്വകാര്യ സ്വത്തിൽ അവനവൻ വളർത്തിയെടുത്ത മരം അത് മുറിച്ചു വെക്കാൻ, പ്രത്യേകിച്ച് ചന്ദന മരമൊക്കെ മുറിച്ചു വെക്കാൻ ഇപ്പൊ അനുവാദമില്ല. അത് അനുവദിക്കുന്ന നിയമം വരാനുണ്ട്. ഇങ്ങനെ ഈ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന 1 ഡസനോളം നിയമങ്ങൾ, ആ നിയമനിർമ്മാണം സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ നിയമസഭാ നടപടികൾ സ്മൂത്തായിട്ട് നടക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഏറ്റവും ശക്തമായി പറഞ്ഞ് മുന്നോട്ട് പോകാനുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് അപ്പുറത്ത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഇതുപോലെ ചീഞ്ഞു നാറിയ എന്തെങ്കിലും ഒരു സംഗതി വീണ് കിട്ടിയിട്ട് അതുവഴി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യമില്ല. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെ, സർക്കാർ ഈ നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന ഗുണപരമായ കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് എത്രയോ അവതരിപ്പിക്കാനുണ്ട്. ഇനി മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ മറുപടി പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണല്ലോ അടിയന്തര പ്രമേയം. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ ഇങ്ങോട്ട് ഈ 9 വർഷത്തിനിടയിൽ എത്രയേറെ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് അനുവദിച്ചു. സാധാരണ ഉണ്ടാകാറെന്താ? അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തുനിന്ന് അടിയന്തര പ്രമേയം അനുവദിക്കും, ഭരണപക്ഷത്തുനിന്ന് മന്ത്രിമാർ മറുപടി പറയും, അത് സ്പീക്കർ തിരസ്കരിക്കും, ബോയ്ക്കോട്ട്, ഇത്രയേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ 15ഓളം വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാം എന്ന് പറഞ്ഞ് മറ്റു സഭാ നടപടികൾ, നേരത്തെ നിശ്ചയിച്ച സഭാ നടപടികൾ മാറ്റിവെച്ച് അടിയന്തര പ്രമേയത്തിൽ അത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തി സർക്കാരിന്റെ ഭാഗം മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിക്കാൻ ആർജവം കാട്ടിയ ഗവൺമെന്റ്. ശരി, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശ്രീ VPP മുസ്തഫ, സഭയിൽ മാത്രമേ മുഖ്യമന്ത്രി മിണ്ടുകയുള്ളൂ. സർക്കാരുമായി ബന്ധപ്പെട്ട്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ VPP മുസ്തഫ? മറ്റു കാര്യങ്ങൾ ശ്രീ VPP മുസ്തഫ, ശ്രീ VPP മുസ്തഫ, വിഷയത്തിൽ പരാതി പറഞ്ഞയാൾ ഇപ്പൊ എവിടെ കിടക്കുക? സമൂഹ മാധ്യമങ്ങളിലൂടെ അതത് വിഷയങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെ കുറിച്ച് ഇതുവരെ പ്രതികരിക്കാത്തത് എന്ത്? പോലീസ് അതിക്രമം, ആ കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ നിങ്ങളിപ്പോ വലിയ കോൺഗ്രസ് നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന KC വേണുഗോപാൽ പോയിട്ട് സ്വർണ്ണമോതിരം സമ്മാനിക്കുന്ന സുജിത്ത് 2023 ആ സുജിത്തിനെ കുറിച്ച് നിങ്ങൾ ചാനലുകൾ തന്നെ നൽകിയ വാർത്ത എന്താ? അന്ന് സുജിത്ത് അവിടെ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന്റെ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം അവതരിപ്പിച്ച വാർത്തയിലുള്ളതല്ലേ? അങ്ങനെ ഒരാളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ. അത് ശരി, പോലീസ് നൽകിയ റിപ്പോർട്ടാണ്, പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. ആ പോലീസിന്റെ കള്ളത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ VPP മുസ്തഫ, മദ്യപിക്കാൻ പാടില്ല, പോലീസ് നൽകിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മദ്യപിച്ചിട്ടില്ല എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞതാണ് VPP മുസ്തഫ. ഞങ്ങൾക്ക് അത് അക്കാര്യത്തിലൊന്നും വേറെ ഒരു തരത്തിലും ഏതെങ്കിലും ഇല്ല. ഇവിടെ ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞു. എന്താ ഉമാ തോമസ് പറഞ്ഞത്? എന്താ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്?
എന്തേ ഇതൊന്നും ശ്രീകുമാർ ചേട്ടൻ കേൾക്കാതെ പോകുന്നത്? ഇപ്പോ നമ്മുടെ മറ്റ് രണ്ട് പാനലിസ്റ്റുകൾ അവര് ചില കാര്യങ്ങൾ പറയാതിരുന്നതിനെ കുറിച്ച് ശ്രീകുമാർ ചേട്ടൻ വലിയ നിലയിൽ പിന്നെ പ്രയാസപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഐഷ പോറ്റിയുടെ പ്രസ്താവന കാണുന്നയാൾ എന്തുകൊണ്ട് ഉമാ തോമസിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പ്രസ്താവനകൾ കേൾക്കാതെ പോയി? അവരെന്താ ഈ മാങ്കൂട്ടത്തലിനെ കുറിച്ച് പറഞ്ഞത്, ഈ നേതാവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്? ശരിയാണ്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ കേരള രാഷ്ട്രീയത്തിലേ വേണ്ട എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരുന്നത്. ഒറ്റ മിനിറ്റ്. ഇടതുപക്ഷം തോറ്റതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് നില കൂടി നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ആന്റി ഇൻകംബൻസി ആണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഞങ്ങൾ പുറകിലോട്ട് പോകണ്ടേ? ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ വോട്ട് കൂടിയോ ഇല്ലയോ അതുകൂടി നിങ്ങൾ പറയൂ. തിരിച്ചെത്താം. Debate with Smriti Parathikkad.